ക്രിയാത്മക ചർച്ചകളാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ നടന്നതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയെ ഭാരതത്തിലേക്ക് നാടുകടത്തുന്നതിനുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇക്കാര്യവും അവിടെ ചർച്ചയായി. US-ലെ അനധികൃത താമസക്കാരായ ഭാരത പൗരന്മാരെ തിരിച്ചയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭാരതത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. താരിഫ് വിഷയത്തിൽ ഉൾപ്പെടെ ഇരു രാജ്യങ്ങൾക്കും ചർച്ചകൾ നടന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഭാരതത്തിലേക്ക് തിരിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വളരെ നിർണായകമായ ചർച്ചകളാണ് അമേരിക്കൻ പ്രസിഡന്റുമായി നടന്നത്. ആദ്യം ആ വാക്കുകളിലേക്ക്. On what we make of the statement on Bangladesh, well, just to share with you that this was a subject that was discussed between the two leaders, and the Prime Minister shared his views and indeed his concerns with regard to recent developments in Bangladesh and how India sees the situation. I think we hope that the situation in Bangladesh will also move forward in a direction where we can pursue relations in a constructive and stable way with them. But there are concerns about that situation, and the Prime Minister shared those views with President Trump. അമേരിക്കൻ പ്രസിഡന്റുമായി നടന്ന ചർച്ചയുടെ വിശദാംശങ്ങളാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിശദീകരിച്ചത്. ഐസൺ ജോസ്, കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വിനോദ്, ഇപ്പോൾ വിക്രം മിശ്രിയെ അറിയിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബംഗ്ലാദേശ് വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ പ്രധാനമന്ത്രിയും ഡൊണാൾഡ് ട്രംപും ചർച്ച ചെയ്തു എന്ന ഒരു വ്യക്തമായ സൂചനയാണ്. നമുക്കറിയാവുന്നതാണ്, ബംഗ്ലാദേശിൽ നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങൾ കാര്യമായി നടക്കുന്നു എന്ന ഒരു വലിയ പ്രശ്നം നിലനിന്നിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് വേളയിൽ, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ വളരെ കൃത്യമായി ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതൊരു തെറ്റായ രീതിയാണ് എന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇന്നലെ നരേന്ദ്രമോദി താമസിച്ച ബ്ലെയർ ഹൗസിന് മുന്നിൽ ബംഗ്ലാദേശിൽ നിന്നുള്ളവർ പ്രകടനമായി എത്തി തന്നെ ബംഗ്ലാദേശിൻ്റെ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ ട്രംപും അതുപോലെ തന്നെ മോദിയും നടത്തണമെന്ന നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു പ്രതികരണം തന്നെ അവരുടെ ഭാഗത്തു നിന്ന് അമേരിക്കയിൽ കഴിയുന്ന ബംഗ്ലാദേശ് സ്വദേശികളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിഷയം ഗൗരവതരമായി ചർച്ച ചെയ്യുകയും ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ആ വിഷയം പൂർണ്ണമായും ഭാരതത്തിൻ്റെ നിലപാട് പൂർണ്ണമായും അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു ചരിത്രം ഭാരതത്തിനുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലൊരു ഇടപെടൽ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും കൃത്യമായ നിലപാടുണ്ട്. ഈ വിഷയം അതായത് സംയുക്ത പ്രസ്താവനയിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ അത് പൂർണ്ണമായും പ്രധാനമന്ത്രിക്ക് വിടുന്നു, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പരിഗണനയ്ക്ക് വിടുന്നു എന്ന നിലപാടാണ് ട്രംപ് സ്വീകരിക്കുകയും ചെയ്തത്. കൃത്യമായ നിലപാട് ഭാരതം അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വിക്രം മിശ്രി അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ബംഗ്ലാദേശിലുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനോദ്, തീർച്ചയായും വളരെയധികം പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ചർച്ചയിലുണ്ടായത്. ഇപ്പോൾ പ്രധാനമന്ത്രി ഭാരതത്തിലേക്ക് തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ തഹാവൂർ റാണയെ, മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി, അദ്ദേഹത്തെ അധികം വൈകാതെ തന്നെ ഭാരതത്തിലേക്ക് എത്തിക്കും, അങ്ങനെ തന്നെ കണക്കാക്കാമല്ലോ ഐസൺ? റാണയെ ഭാരതത്തിലെത്തിക്കാൻ ഉള്ള തീരുമാനമെടുത്തു എന്നതാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കേവലം ഒരു വ്യക്തിയെ ഒരു വിചാരണയ്ക്കായി ഇവിടേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ തഹാവൂർ റാണ എന്ന ഭീകരനെ വിചാരണയ്ക്കായി ഇവിടെ കൊണ്ടുവരുന്നു എന്നതിനപ്പുറം ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടത്തിയ ഒരു കൊടും കുറ്റവാളിയെ അവിടെ തുടരുന്നതിനെ അനുവദിക്കാതെ കൃത്യമായി ഇവിടേക്ക് എത്തിക്കുന്നു എന്ന ആ വിഷയത്തിനപ്പുറം വിരുദ്ധ നിലപാടിനുള്ള ഒരു അംഗീകാരം കൂടിയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഭാരതത്തിന് ലഭിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഭീകരവിരുദ്ധ നിലപാടുകൾ ശക്തമായി ഉന്നയിക്കുന്ന ഒരു രാജ്യമാണ്. കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായി പ്രധാനമന്ത്രി ഏത് വിദേശ സന്ദർശനത്തിലും കൃത്യമായി പറയുന്നൊരു വിഷയമാണ് ഭീകരവിരുദ്ധ സഖ്യം ശക്തമാക്കണമെന്നൊരു നിലപാട്. ഇസ്ലാമിക തീവ്രവാദ ശക്തികൾക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുമെന്ന് ട്രംപും ഇതിന് മറുപടിയായി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് തഹാവൂർ റാണയെ ഭാരതത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇതിനായി നേരത്തെ വിക്രം മിശ്രി തന്നെ ഇത് സംബന്ധിച്ചൊരു വിശദീകരണവും നൽകുകയുണ്ടായി. ഇതിൻ്റെ
ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റി എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാവുന്നതാണ്, തഹാവൂർ റാണയെ പോലെ ഒരു കൊടും കുറ്റവാളി അല്ലെങ്കിൽ കൊടും ഭീകരൻ, ഇത്രയും ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ളൊരു സാഹചര്യം മുംബൈ ആക്രമണത്തിലൂടെ വരുത്തിവെച്ച ഈ ഭീകരനെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമുള്ളൊരു വിഷയമാണ്. അത് ഗൗരവമായ വിഷയമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അയാളുടെ സുരക്ഷ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഈ തഹാവൂർ റാണയെ ഇവിടെ കൊണ്ടുവരുന്നത്, സുരക്ഷിതമായി കൊണ്ടുവരുന്നതിനും ആ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള നടപടികൾ തൊട്ട് നിരവധിയായ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായുള്ള ലോജിസ്റ്റിക് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വളരെ കൃത്യമായി വിക്രം മിശ്രയുടെ ഭാഗത്തു നിന്നുള്ള മറുപടിയും ഉണ്ടായിട്ടുണ്ട്. തഹാവൂർ റാണയെ ഭാരതത്തിന് കൈമാറുമെന്ന് പറയുന്ന ആ ഒരു നിലപാടിൽ നിന്നും അമേരിക്ക വ്യക്തമാക്കുന്നത് ആഗോളതലത്തിലുള്ള ഭീകര സ്വഭാവങ്ങളെ, ഭീകര പ്രവർത്തനങ്ങളെ പൂർണ്ണമായും എതിർക്കുക എന്ന നിലപാട് തന്നെയാണ്. ശക്തമായി എല്ലാ രാജ്യങ്ങളും ചേർന്ന് എതിർക്കും. അതിൻ്റെ നായക സ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഭാരതം എത്തുന്നു എന്നതിന് ഒരു സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് ഇപ്പോൾ ട്രംപിൻ്റെ നിലപാട്. തീർച്ചയായും ഭീകരനായ തഹാവൂർ റാണ എന്ന കൊടും കുറ്റവാളിയെ ഭാരതത്തിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അത് അധികം വൈകില്ല എന്നും നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. അതെ, വളരെ വ്യക്തമാണ്. നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം വളരെ തന്ത്രപ്രധാനമായ അമേരിക്കൻ ഭാരത ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ കൊടും കുറ്റവാളിയായിട്ടുള്ള തഹാവൂർ റാണയെ ഭാരതത്തിലേക്ക് കൈമാറുന്ന നടപടികളും അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. റിപ്പോർട്ട് നൽകുകയായിരുന്നു ഐസൺ ജോസ്.